24 ചീഫ് എഡിറ്ററും ഫ്ലവേഴ്സ് മാനേജിംഗ് ഡയറക്ടറുമായ ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 40 വർഷം തികച്ചത് SKN40യിലൂടെയാണ് 24 അടയാളപ്പെടുത്തിയത്. SKN40യുടെ ഭാഗമായി ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച അരുത് അക്രമം അരുത് ലഹരി കേരള യാത്ര വൻ വിജയമായിരുന്നു. യാത്രയിൽ കണ്ടെത്തിയ വിവരങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ നടപടികൾ സ്വീകരിച്ചു. ജ്യോതിർഗമയ എന്ന പേരിലാണ് SKN40 രണ്ടാം ഘട്ടത്തിന് തുടക്കമാകുന്നത്. ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമ ജീവിതത്തിൽ 4 പതിറ്റാണ്ട് തികച്ച വേളയിലാണ് SKN40 അരുതക്രമം അരുത് ലഹരി ജനജാഗ്രത കേരള യാത്ര നടത്തിയത്. മാർച്ച് 16-ന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച യാത്ര 14 ജില്ലകളും പിന്നിട്ട് ഏപ്രിൽ 20-ന് കോഴിക്കോട് ബീച്ചിൽ ജനലക്ഷങ്ങളുടെ സാന്നിധ്യത്തിലാണ് സമാപിച്ചത്. യാത്രയ്ക്ക് കേരളത്തിലുടനീളം വലിയ ജനപിന്തുണ ലഭിച്ചു. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരു 300 ഇരട്ടി രാസലഹരി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രചരിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന വഴികളിലെ ഒരു പഞ്ചായത്തിൽ പോലും ഈ രാസലഹരി ഉപയോഗിക്കാത്ത ഒരാളില്ലാത്ത പഞ്ചായത്തില്ല. ഏതെങ്കിലും ഒരാളുണ്ടാകും. യാത്ര ആരംഭിക്കുന്നതിന് മുന്നോടിയായി ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ യാത്രയിൽ കണ്ടെത്തുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് വിശദമായ റിപ്പോർട്ട് നൽകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. യാത്രയിൽ കിട്ടുന്ന വിവരങ്ങൾ നിങ്ങൾ എനിക്ക് കൈമാറും. അത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഞാനതൊരു ഒരു ഗവേഷണ ഗ്രന്ഥം പോലെ ഒരു ബുക്കാക്കി അങ്ങേക്ക് അതിൽ എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ ഒന്നിച്ച് നിൽക്കേണ്ട കാര്യമാണല്ലോ. ഇതിനകത്ത് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. സന്തോഷമായിട്ട് ആവട്ടെ. കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ലഭിച്ച രഹസ്യ വിവരങ്ങളും ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ പേരുവിവരങ്ങളും മാഫിയയുടെ വിവിധയിടങ്ങളിലെ പ്രവർത്തന ശൈലിയും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു സമഗ്ര അന്വേഷണ റിപ്പോർട്ടാണ് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയത്. റിപ്പോർട്ട് പരിശോധിച്ച് വിശദമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. റിപ്പോർട്ടിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. ആ വിവരങ്ങളിൽ നല്ലൊരു ശതമാനം സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് ഉള്ളത്. കൗമാരക്കാരായ വിദ്യാർത്ഥികൾ മുതൽ പ്രൊഫഷണലുകൾ വരെ ലഹരി മാഫിയയുടെ കാരിയർമാരായി പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന നിർണായക വിവരം റിപ്പോർട്ടിലുണ്ടായിരുന്നു. മയക്കുമരുന്നിന്റെ ഉപയോഗം സമൂഹത്തിലുണ്ടാക്കുന്ന ആഘാതം, പൊതുജനാരോഗ്യ രംഗത്തിന് അതുണ്ടാക്കുന്ന വെല്ലുവിളികൾ, സാമൂഹിക ബന്ധങ്ങളിലെ തകർച്ച, കുറ്റകൃത്യങ്ങളുടെ വർധന, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നിവയെല്ലാം വിശദമായി ചർച്ച ചെയ്ത റിപ്പോർട്ടിൽ സർക്കാർ അടിയന്തര നടപടിയാണ് സ്വീകരിച്ചത്. റിപ്പോർട്ടിൽ പരാമർശിച്ച പലരും അറസ്റ്റിലായി. SKN40യുടെ രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ ഭാഗമായി മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന പുതിയ പ്രചാരണത്തിന് 24ഉം ഫ്ലവേഴ്സും തുടക്കമിടുകയാണ്. വിദ്യാർത്ഥികൾക്കിടയിലെ മയക്കുമരുന്ന് ഉപഭോഗം പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. വിദ്യാലയങ്ങളും കോളേജുകളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണങ്ങൾ നടത്തി മഹാവിപത്തിനെപ്പറ്റി കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഈ പ്രചാരണ പരിപാടിയുടെ ലക്ഷ്യം. മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെതിരെ ജ്യോതിർഗമയയിൽ അണിചേരാം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.